സെപ്റ്റംബർ 2 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ആസിഡ് ടെസ്റ്റ് അഗ്നിപരീക്ഷ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുള്ള ഹെഡിങ്ങോട് കൂടിയാണ്. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ 9 പടികളുടെ പരിശീലനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ പടികളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു പരിശീലനം കഴിഞ്ഞു, നമുക്ക് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യമായി. ഇനി നമ്മളതിൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയാണ്. വൺ ഡേ അറ്റ് എ ടൈം എന്ന രീതിയിൽ ഓരോ ദിവസവും ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിൽ നേരിടാനായിട്ട് നമ്മൾ നമ്മളെ ഒരുക്കുന്നു. ആ ഒരുക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ എങ്ങനെ ക്രമപ്പെടുത്താമെന്ന് തന്നെയാണ് ശരിക്കും 10ാമത്തെ പടിയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ വിലയിരുത്തലാണ് എന്ന് പറയുമ്പോഴും 10ാമത്തെ പടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. 10ാമത്തെ പടിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയിലൂടെയാണ് നമ്മൾ പോകുന്ന ഒരു ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ജീവിത രീതിയിലൂടെയാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ജീവിത രീതിയിലൂടെ പോകുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളായിരിക്കാം, നമ്മൾ വിചാരിച്ച പോലെ അല്ലാതെ ഇരിക്കാം, മോശപ്പെട്ട അനുഭവങ്ങളിലൂടെയാവും നമ്മൾ പോയിട്ടുണ്ടാവുക. കാരണം മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വര വരച്ചു കഴിഞ്ഞാൽ ആ വരയിലൂടെ എല്ലാം നടക്കണം എന്നതാണ്. എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അസ്വസ്ഥനായി, പ്രശ്നങ്ങളായി. ആഗ്രഹിച്ച പോലെ നടക്കുമ്പോൾ നമ്മൾ അത്ഭുതങ്ങൾ കാണിച്ചു എന്ന് പറയാൻ നമ്മൾ പറയാമല്ലോ, അത് തിടുക്കം കാണിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ജീവിതമാകെ മോശമായി പെരുമാറി എനിക്ക് മാത്രം എന്താ അങ്ങനെ പരാതിയും പരിഭവമാണ് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ ആകുമ്പോൾ. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി എങ്ങനെയാ? അവിടെ നല്ല കാലാവസ്ഥയാണെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയുന്ന പോലെ ഒരു നാണയം നമ്മൾ ടോസ് ഇടുമ്പോൾ അതൊരു 8 വട്ടം നമുക്ക് ഹെഡ് വീണാൽ 10ാം തവണ അല്ലെങ്കിൽ 9ാം തവണ ടൈല് വീഴുമെന്ന് നമ്മുടെ തോന്നലാണ്. രണ്ടിനും 50-50 ചാൻസ് ആണ്. അതേപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ, നല്ലതിന് നമുക്ക് സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തെ നമ്മൾ അധികരിച്ചു കൊണ്ട് പോകാതെ അത് എന്തുകൊണ്ടാണ്, അതിൽ പല ഭാഗ്യ ഘടകങ്ങളെ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിൽ അമിതമായിട്ട് അഭിമാനബോധം ഉണ്ടാവുക, അമിതമായ സന്തോഷത്തെ നമ്മൾ കൊണ്ടടക്കാറില്ല. അങ്ങനെ ആവുമ്പോഴാണ് മോശപ്പെട്ട കാലാവസ്ഥയിൽ നമുക്ക് സന്തുലനമായിട്ട് നിൽക്കാനായിട്ട് പറ്റുക. ഇത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കണം. അല്ലാണ്ട് നമ്മളിത് പറയാനൊക്കെ എളുപ്പം. നമ്മൾ പറയാറില്ല, മറ്റുള്ള ഒരാൾക്ക് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വേറൊരാൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് അയാൾക്കിപ്പോൾ ഒരു ചെറിയ ഒരു കാര്യം ശരിയാവാനുണ്ട് അയാളുടെ ഓഫീസിൽ നിന്ന്. അയാൾ നമ്മളോട് പറയാണ്, ഞാൻ എൻ്റെ പ്രൊമോഷൻ്റെ പേപ്പറിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ അപ്രൂവൽ കിട്ടി ആകെ ടെൻഷനാന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ വലിയ വായിൽ ഉപദേശം കൊടുക്കുകയാണ്. അതൊക്കെ വരും, അതൊക്കെ ശരിയാവും, അത് വലിയ ടെൻഷൻ അടിക്കണ്ട. സത്യത്തിൽ നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇനി നമുക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം അദ്ദേഹത്തിന് ആവശ്യമാണെങ്കിൽ. അതല്ലാണ്ട് അദ്ദേഹത്തിനോട് അത് പാടില്ല, ഇതിങ്ങനെ ആവരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മളെ അറിയാതെ. കാരണം ആ മനുഷ്യനെ ഇത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏതൊരു ചെറിയ സംഭവം എന്ന് മറ്റുള്ളവരുടെ നമുക്ക് തോന്നുന്നത് നമുക്കും ആ ചെറിയ സംഭവങ്ങളാ കുഴപ്പമായത്. പക്ഷെ നമുക്കത് വലിയ സംഭവമാണ്. അയ്യോ അതായില്ല, പിന്നെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര അമിതമായ സന്തോഷം നമ്മളെ എക്സ്ട്രാജുവേറ്റ് ചെയ്ത് കുറച്ച് കൂട്ടി പറയുകയൊക്കെ ചെയ്യും. അതിങ്ങനെ ഭയങ്കര വളഞ്ഞു മൂക്ക് പിടിച്ച് പറയുന്ന ആ ഒരു രീതിയുണ്ട്. നടന്നു കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു സംഭവമായി, അവിടെയാണ് ഈ അത്ഭുതങ്ങൾ നടന്നു എന്ന് പറയാൻ നമ്മൾ തിടുക്കം കാണിക്കുന്നതിൻ്റെ കാരണം. അപ്പം അതിന് പകരം നമ്മൾ പ്രായോഗികമായ ഉപയോഗത്തിലേക്ക് കൊണ്ട് സന്തോഷത്തെ അമിതമായി കൊണ്ടുപോകാതിരുന്നാലാണ് നമുക്ക് ദുഃഖങ്ങളെയും നമുക്ക് നേരിടാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മൾ തന്നെയാണ് അതിനെ കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് വേണ്ടി തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന പരിപാടിയാണ്. അവിടെയാണ് ആ പരീക്ഷണം. സ്വർണത്തിൻ്റെ മാറ്റി നോക്കുന്ന ആസിഡ് ടെസ്റ്റ് പോലെ നമ്മൾ പടികളിലൂടെ പോയി എന്ന് പറയുന്നത് കൃത്യമായിട്ടാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അവിടെയാണ് ചോദിക്കുന്നത്. ആസിഡ് ടെസ്റ്റ് അവിടെയാണ്. നമുക്ക് സുബോധവാന്മാരായിട്ട് പറയുന്ന രീതിയിലുള്ള സുബോധാവസ്ഥയിലേക്ക് തുടരാൻ നമുക്ക് സാധിക്കുമോ? വൈകാരിക സന്തുലനത്തെ പൂർണ്ണമായിട്ട് നിർത്താൻ അമിതമായ സന്തോഷമില്ലാതെ അമിതമായ ദുഃഖമില്ലാതെ നമുക്ക് പറ്റുമോ?
അതല്ല വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ചുള്ളിച്ചാടിയിരിക്കുക, അല്ലാത്തപ്പോൾ ഒരു മൂലയിൽ പോയിട്ടിരിക്കുക, ഈ പരിപാടിയില്ല. സാഹചര്യം എന്തു ആയിക്കോട്ടെ, എത്ര മോശമായിക്കോട്ടെ, സതുദ്ദേശത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നു. ഇനി എല്ലാം നല്ല രീതിയിൽ നടന്നോട്ടെ, അഹങ്കാരം കാണിക്കാതെ അവിടെയും സതുദ്ദേശത്തോടു കൂടി നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ മൂന്നാമത്തെ പടിയിലായിരിക്കണം ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് നേരിടാൻ, അല്ലെങ്കിൽ അതിലേക്ക് ടേൺ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം. അവിടെ വിട്ടുകൊടുക്കാൻ തന്നെ നമുക്ക് സാധ്യമല്ല എന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ നമ്മുടെ ആസ്തികളും ബാധ്യതകളും നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ ഇത് പത്താമത്തെ പടിയിൽ ഇവിടെ നമ്മളെന്താണ്, ഓരോ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന പടികൾ മുഴുവൻ തന്നെ 4 തൊട്ട് 9 വരെയുള്ള പടികൾ ജീവിതത്തിന്റെ ഭാഗമാണ്. 4-ാം പടിയിൽ രീതിശാസ്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ ആസ്തിയുണ്ട്, എന്തൊക്കെ ബാധ്യത ഉണ്ട്, ഇത് തുടർച്ചയായിട്ട് വിലയിരുത്തുകയാണ്. നമുക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം 4-ാം പടി തന്നിട്ടുണ്ട്. നമ്മൾ പഴയ കാലത്ത് ശുചീകരിച്ചിട്ടുണ്ട്. ഇനി അതാത് ദിവസങ്ങൾ നമുക്കൊരു സുപ്രഭാതത്തിൽ മാറാൻ പറ്റില്ല, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ ദിവസത്തിൽ എന്തൊക്കെ ആസ്തിയുണ്ട്, എന്താണ് ബാധ്യത, അപ്പോൾ അത് വിലയിരുത്തുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ മാർഗത്തിലൂടെ എങ്ങനെയാണ് വളർച്ച നമുക്ക് ഇങ്ങനെ നമ്മളറിയും. കഴിഞ്ഞ വർഷത്തെ പോലെ ആവില്ല. പല കാര്യങ്ങളും നമ്മൾ ഇടപെട്ടിരുന്ന നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മൾ മാറി, അത് നമ്മുടെ വളർച്ചയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ മുന്നേറാൻ പറ്റുമെന്നതിനെ പഠിക്കുക. നമ്മുടെ പഠനം എന്തിനാണ്, നമുക്ക് എങ്ങനെ ജീവിതത്തെ ഈ പറയുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക, ജീവിതത്തെ ഏത് അവസ്ഥയിലാണെങ്കിലും അതിനെ സ്വീകരിക്കാൻ നമ്മളെ ഒരുക്കിയെടുക്കുക, അതാണ് ആ പഠനം. അതിനുള്ള യഥാർത്ഥമായ ആഗ്രഹം എനിക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ, എൻ്റെ ആസ്തികൾ എന്തൊക്കെയാണ്, എൻ്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്, എനിക്ക് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, ഇത് തുടർച്ചയായിട്ട് വിലയിരുത്തണം. കാരണം ഞാനൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് എൻ്റെ സ്വഭാവം, അത്ര പെട്ടെന്ന് മാറുന്നല്ല. പക്ഷേ ജീവിത രീതിയിലൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ജീവിത രീതിയിലൂടെ പോകാൻ എന്ത് ചെയ്യണം, വളരണം. അതേപോലെ ആ ജീവിത രീതി പ്രായോഗികമായിട്ടുള്ള പഠനം നടത്തണം. അതിനുള്ള യഥാർത്ഥമായ ആഗ്രഹം എനിക്ക് വേണം. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താണ്, കടുത്ത മറ്റുള്ള ആളുകളെ നടത്തുന്ന രീതിയിലുള്ള ആത്മവിശകലനം, ഞാൻ എന്നെ വിശകലനം, നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടല്ല, വേറെ ആരെയും കമ്പയർ ചെയ്തുകൊണ്ടല്ല, ഞാൻ എൻ്റെ വിശകലനം നടത്തണം, എന്നെ തന്നെ വിമർശിക്കണം. എൻ്റെ കുറ്റങ്ങൾ മറ്റൊരാൾ കണ്ടെത്തുന്നതിന് മുന്നേ ഞാൻ തന്നെ കണ്ടെത്തണം. സ്വയം സഹതാപത്തിലേക്കല്ല, മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടെത്തൽ. അവിടെയാണ് ആത്മാന്വേഷണം ഒരു സ്ഥിരമായ സ്വഭാവമായിട്ട് മാറ്റേണ്ടതുണ്ട്. അങ്ങനെയല്ലാത്ത പക്ഷം നമുക്ക് തെറ്റുകൾ തിരുത്താൻ പറ്റില്ല. നമ്മൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ പഴി പറയുന്നതും, നമ്മുടെ സാഹചര്യങ്ങളെ പഴി പറയുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ മറ്റുള്ള പല വസ്തുക്കൾ കാരണമാണ് നമുക്ക് സന്തോഷമില്ലാത്ത പറയാനുള്ള തിടുക്കങ്ങൾ നമ്മൾ കാണിക്കും. നമുക്ക് ക്ഷമയുണ്ടാവില്ല. ക്ഷമയോടുകൂടിയുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മൾ കണ്ടെത്തുന്ന തെറ്റുകളെ സമ്മതിക്കാനും സ്വീകരിക്കാനും നമുക്ക് പറ്റണം. അല്ലാത്ത പക്ഷം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയിൽ നിന്ന് മെച്ചപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അവിടെ ഒരു ആസിഡ് ടെസ്റ്റിന് ഞാൻ സ്വയം വിധേയനാകേണ്ടതുണ്ട്. അതിനാദ്യം എന്താണ്, മറ്റുള്ളവരോടുള്ള അവരെയുള്ള പരിശോധന. 4-ാമത്തെ പടി പറഞ്ഞ പോലെ പരിശോധന എൻ്റേതാണ്, മറ്റുള്ളവരുടേതല്ല എന്ന ബോധ്യം വളരെ കൃത്യമാണ്. ഓരോ തവണയും ഒരു ചെറിയ കമ്പാരിസന്റെ പോലും ആവശ്യമില്ല മറ്റുള്ളവരുമായിട്ട്. പക്ഷേ ഞാൻ എന്നെ ന്യായീകരണം നടത്താതെ തന്നെ എൻ്റെ തെറ്റുകളെ കണ്ടെത്തി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.